വാ ഓ ഗൈസ്, ആമസോണിൽ കണ്ട ഒരു സൂപ്പർ ഹോം തിയേറ്ററാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ടവർ മോഡൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ടവർ ആയിട്ടുള്ള ബ്രാൻഡ് ഏതാ പറഞ്ഞത്, നിതിൻ എന്നുള്ളൊരു ബ്രാൻഡാണ്, നിതിൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടവറിൻ്റെ കൂടെ നമുക്ക് രണ്ട് സാധാരണ നോർമലി ഹോം തിയേറ്ററിൽ ഒരു സബ് വൂഫറാണ്. ഇത് രണ്ട് സബ് വൂഫർ വിത്ത് മൈക്ക്, പിന്നെ 150 വാട്ട്സിൻ്റെ ഔട്ട്പുട്ട്. പ്രൈസ് വരുന്നത് 6100 രൂപ. 12 സംതിങ് എഴുതിയിട്ടുണ്ട്. അത് ഓഫർ എന്ന് പറഞ്ഞിട്ട് 6100 കണ്ടപ്പോൾ ഞാൻ ഓർഡർ ചെയ്തു. 1 ഇയർ വാറണ്ടി, 7 ദിവസത്തെ റീപ്ലേസ്മെൻറ്റ്. അതായത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ട്. സംഭവം നല്ലൊരു ഡീലല്ലേ. കണ്ടു, ഇഷ്ടമായി, ഓർഡർ ചെയ്തു. അങ്ങനെ ഇന്ന് ഇപ്പോൾ ഒരു അല്പസമയം മുമ്പ് സാധനം വന്നു. അങ്ങനെ ഓപ്പൺ ചെയ്ത് സാധനം കണ്ടപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. നല്ല ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി, വലുപ്പമുണ്ട്, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ പവർ കേബിൾ കണക്ട് ചെയ്തപ്പോൾ ബ്ലൂടൂത്ത് കണ്ട് മൊബൈലായിട്ട് കണക്ട് ചെയ്ത് പാട്ട് വെച്ചപ്പോൾ ഒരു സൗണ്ടും ഇല്ല. ഒരു സൗണ്ടും ഇല്ല. മാത്രമല്ല കംപ്ലൈൻറ്റ് ഒരു ഡിവൈസ് കംപ്ലൈൻറ്റ് ആകുന്ന സമയത്തുള്ള കിരികിരി സൗണ്ട് ഇല്ല, അതിങ്ങനെ അത്യാവശ്യം വരുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, എന്ത് കളിച്ചിട്ട് സൗണ്ട് വരുന്നില്ല. ഓക്കെ, ഇത് കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലായി. മാത്രമല്ല ഇത് ഈ ഭാഗത്തൊക്കെ സ്ക്രാച്ചസും ഉണ്ട്. മീൻസ് ഇത് ആരൊക്കെ യൂസ് ചെയ്തതുപോലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമുക്കിത് വേണ്ട, അടുത്ത സാധനം എടുക്കാമല്ലോ. അത് നമ്മൾ ആമസോണിൻ്റെ ഓപ്ഷനിൽ പോയി റീപ്ലേസ് ഐറ്റംസ്. ഓക്കെ, വിത്തിൻ 7 days ആണ് റീപ്ലേസ്. ബാക്കിയുള്ളത് 1 year വാറണ്ടിയാണ്. 7 days റീപ്ലേസ്മെൻറ്റ് പോയിട്ട് കൊടുത്തപ്പോൾ അതിൽ നമുക്ക് വരുന്ന മെസ്സേജ്, സോറി, ഇത് ലാസ്റ്റ് പീസാണ്, ഇത് നിങ്ങൾ തന്നെ റിപ്പയർ ചെയ്തിട്ട് യൂസ് ചെയ്യുക എന്നാണ് അവർ പറയുന്നത്. വാട്ട വിരോധാഭാസം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വാട്സപ്പിൽ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യും. അതിൽ തന്നെ നമുക്ക് കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യാൻ നോക്കി. റീപ്ലൈ ഇല്ല, ഒന്നുമില്ല. ഞാൻ ഒരുപാട് കളിച്ചിട്ട് അവസാനം ഗൂഗിളിൽ നിന്നൊരു നമ്പർ കിട്ടി. അതിൽ വിളിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് അവർ നമ്മളോട് പറയുന്നത്, കാര്യം ചെയ്യൂ, നമ്മളൊരു 3 ദിവസം കൊണ്ട് നമ്മളിതിൻ്റെ റീപ്ലൈ തരാമെന്നൊക്കെ. അപ്പോൾ ഗൈസ്, ഇവിടെ പറയാൻ പോകുന്ന കാര്യം വേറൊന്നുമില്ല. നമ്മൾ ഈ ബ്ലൂടൂത്ത് സ്പീക്കർ പോലത്തെ സംഭവങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പാടില്ലാത്ത ബ്രാൻഡ് ഒക്കെ നമ്മൾ ആമസോണോ ഫ്ലിപ്കാർട്ടോ അങ്ങനെ ഏത് സൈറ്റിൽ നിന്ന് വാങ്ങുമ്പോഴും നമ്മൾ അറിയാൻ പാടില്ലാത്ത സാധനങ്ങൾ ചെയ്യാതിരിക്കുക. നമുക്കിതുപോലെ പൈസ വെറുതെ. ഇതിപ്പോൾ 3ാമത്തെ എൻ്റെ പൈസ വന്നത്. 2 വായിച്ചത് 2 ഓക്കെ ആയിരുന്നു, പക്ഷേ തീരെ സൗണ്ട് ക്ലാരിറ്റി ഇല്ല. പിന്നെ ഇത് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ടവറൊക്കെ ആയതുകൊണ്ട് മാത്രം ഓർഡർ ചെയ്തത്. ഇതും പോയിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിക്കുക, പൈസ നമ്മുടേതാണ്. Okay guys, have a nice day.